അപ്പോൾ നമ്മൾ ലിഞ്ചബർഗിലെ ജെയിംസ് റിവറിൻ്റെ അടുത്ത് ബ്ലാക്ക് വാട്ടർ ക്രീക്ക് ബൈക്ക് വേയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ഹോർഡിങ്. അപ്പോൾ ഇവിടെ നേരെ പോയ ഹോളിൻസ് ടണൽ, ഫ്രണ്ട് ഓഫ് പാലസ്, പേജ് എൻട്രൻസ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. തോംസൺ ഡ്രൈവ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതായത് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നേരെ പോയി നോക്കാം ഹോളിൻസ് പാലസ് ഡയറക്ഷൻ. നിങ്ങൾ ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് മറ്റേ റിവർ വാക്ക് ഏരിയ ഉണ്ടല്ലോ ഡൗൺ ടൗണിൽ. പറഞ്ഞാൽ ജെയിംസ് റിവറിൻ്റെ തീരത്തുള്ള പ്രദേശം. അവിടെയുള്ള ഹോളിൻസ് മിൽ ടണൽ എന്ന് പറഞ്ഞ സംഭവമാണ്. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു 100 മീറ്ററിന് അടുത്തുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് ഹോളിൻസ് മിൽ ടണൽ. അപ്പോൾ ആൾക്കാർ, ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ റിക്രിയേഷനൊക്കെ ആയിട്ട് ട്രക്കിങ്ങിനും ട്രെയിലിനും, ബൈക്ക് ട്രെയിലിനും വാക്കിംഗ് ട്രെയിലിനൊക്കെ വരുന്ന സ്ഥലമാണ്. ഇതാണ് ഹോളിൻസ് മിൽ ടണൽ. നല്ല ഫോറസ്റ്റിൽ അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെ. നല്ല കൂളിംഗാണ്. നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം പറഞ്ഞാൽ ഇവർ നേച്ചറിനെയൊക്കെ നല്ല രീതിയിൽ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ എല്ലാം നശിപ്പിക്കുകയാണല്ലോ. എല്ലാവരും ഇത് കണ്ടുപിടിക്കേണ്ടതാണ്. 100 മീറ്ററൊന്നുമില്ല, ഒരു 50 മീറ്ററിൻ്റെ അടുത്തുണ്ട്. ഇതാണ് ഹോളിൻസ് മിൽ ടണൽ, റിവർ വാക്കിലുള്ള ഡൗൺ ടൗൺ ലിഞ്ചബർഗ്. നമ്മളിപ്പോൾ കെമ്പർ സ്റ്റേഷൻ ട്രെയിനിൽ എത്തി. നേരെ പോയ പാർക്ക് എൻട്രൻസ് 1.1 മൈലാന്ന് തോന്നുന്നു. പിന്നെ കെമ്പർ ട്രെയിൻ സ്റ്റേഷൻ 1.2 മൈൽ. നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കെമ്പർ സ്റ്റേഷൻ. അപ്പോൾ ഇത് റെയിൽവേ സ്റ്റേഷനാണ്. ഹിസ്റ്റോറിക് കെമ്പർ സ്ട്രീറ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നുണ്ട്. വെൽക്കം ടു ലിഞ്ചബർഗ്.
പിന്നെ ഇവിടെ കെമ്പർ സ്റ്റേഷൻ എന്ന് പറഞ്ഞ ആൾക്കാർ കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ബസ് സ്റ്റാൻഡാണ്. ഈ ബസ് കിടക്കുന്ന കാണില്ല, ഇതാണ് ആൾക്കാർ ഉദ്ദേശിക്കുന്നത് കെമ്പർ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നിന്ന് ലിഞ്ചബർഗ് ടൗണിലെ എല്ലാ സ്ഥലത്തേക്കും ബസ് കിട്ടും. അപ്പോൾ അത് മന്ത്ലി പാസും വീക്ക്ലി പാസ്സൊക്കെ ഉണ്ട്. പിന്നെ നോമിനൽ റേറ്റിൽ ബസ്സിൽ നമുക്ക് ട്രാവൽ ചെയ്യാം. പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് എല്ലാ വളഞ്ഞ വഴി കൂടി പോകത്തുള്ളൂ, പൈസ കുറവായതുകൊണ്ട്. ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ടൈം ഉണ്ടെങ്കിൽ ബസ് നല്ല ഓപ്ഷനാണ്. ഈവൻ $1 വരെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ പറ്റും. ഇതാണ് കെമ്പർ ബസ് സ്റ്റേഷൻ. കാണാത്തവർ ഉണ്ട്. ലിഞ്ചബർഗിലെ കെമ്പർ ബസ് സ്റ്റേഷൻ. ഇത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ കെമ്പർ സ്റ്റേഷൻ ട്രെയിനിൻ്റെ അവിടെ എത്തി. അപ്പോൾ കെമ്പർ സ്റ്റേഷൻ തൊട്ടിപ്പുറത്താണ്, അതും കൂടി കാണിച്ചേക്കാം ഞാൻ. അപ്പോൾ ഇതൊക്കെയാണ് കെമ്പർ സ്റ്റേഷൻ ട്രെയിനിൻ്റെ റിവേഴ്സ് ഡയറക്ഷനിൽ അവർ ബോർഡ് വെച്ച് അങ്ങനെ പറയണത്. ഇപ്പോൾ ഹോളിൻസ് ടണൽ അത് നമ്മൾ കണ്ടു. പിന്നെ റിവർ വാക്ക് 2.1 മൈൽ, പിന്നെ പോയിൻ്റ് ഓഫ് ഓണർ, 8 പേജ് എൻട്രൻസ്, പെർവിക്കൽ ഐലൻഡ്, ഫെർട്ടിലൈസർ റോഡ്. അതൊക്കെയാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. ഇതാണ് മറ്റേ ജെയിംസ് റിവർ ഹെറിറ്റേജ് ട്രെയിലുള്ള മറ്റേ നമ്മുടെ റിവർ വാക്കിലുള്ള ഹോളിൻസ് മിൽ പാർക്ക്, അതിൻ്റെ ബോർഡാണിത്. ഈ പാർക്കിൻ്റെ അകംവശങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് കാണിക്കാം. അപ്പോൾ ഇതാണ് ഹോളിൻസ് മിൽ പാർക്ക്. അപ്പോൾ ഇവിടെ സൈഡിൽ കൂടെ ഒരു സ്ട്രീമുണ്ട്, സ്ട്രീമിൻ്റെ അപ്പുറത്തൊരു വെള്ളച്ചാട്ടമുണ്ട്. വെള്ളച്ചാട്ടം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പോൾ ഇതാണ് പാർക്ക്. അപ്പോൾ പാർക്കിൻ്റെ അകത്ത് ഇത് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, പാർക്കിൻ്റെ റൂളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇവർ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ വീക്കെൻഡ്സൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യുക, ഇവിടെ വന്നിരിക്കുക, പ്രകൃതിയായിട്ട് ഒരുമിച്ചിരിക്കാം, പിന്നെ ഗ്രില്ല് ചെയ്യേണ്ടവർക്ക് ഗ്രില്ല് ചെയ്യാം. ഇതൊക്കെയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫ്രഷ് എയർ, പിന്നെ വേണമെങ്കിൽ പീസ്ഫുൾ അന്തരീക്ഷത്തിൽ കോപ്പറേറ്റ് മീറ്റിംഗ് ഒക്കെ വേണമെങ്കിൽ ഇവിടെ വെക്കാം. എന്ന് പറഞ്ഞാൽ പേഴ്സൺ ടു പേഴ്സൺ, ഇങ്ങനെ ഹൈ ലെവൽ മീറ്റിങ്ങിൻ്റെ കാര്യമൊന്നുമല്ല പറഞ്ഞു. ഇതാണ് ഹോളിൻസ് മിൽ പാർക്ക്. ഇവിടെ കുറേ വണ്ടിയൊക്കെ ഉണ്ട്. എല്ലാവരും വന്നത് അവിടെ നിന്ന് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടൊക്കെ വന്നിരിപ്പുണ്ട്. അപ്പുറത്ത് മുഴുവൻ വനമാണ്. ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, വെൽക്കം ടു ദ പോയിൻ്റ് ഓഫ് ഓണർ ട്രെയിൽ. പിന്നെ അങ്ങോട്ട് പോയാൽ എവിടേക്ക് എത്തുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങോട്ട് പോയ സ്റ്റോൺ വാൾ സ്ട്രീറ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ബോർഡ് കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് കാണിക്കാനുള്ളത് അവിടെ ഒരു ബോർഡുണ്ട്, ഹോളിൻസ് മിൽ പാർക്ക് എൻട്രൻസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ വണ്ടി ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മരത്തിൻ്റെ അടിയിൽ ഇരിക്കാൻ കസേരയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്, വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട്, ബ്ലാക്ക് വാട്ടർ ക്രീക്ക് ട്രെയിൽ, കെമ്പർ സ്റ്റേഷൻ ട്രെയിൽ, പോയിൻ്റ് ഓഫ് ഓണർ ട്രെയിൽ. പോയിൻ്റ് ഓഫ് ഓണർ ട്രെയിലാണ് ഇത്. പിന്നെ റിവർ വാക്ക്. ഇതാണ് പോസ്റ്റർ. ഓക്കെ, ഇതാണ് ഓവറോൾ വ്യൂ. എല്ലാവരും കണ്ടല്ലോ, ഇതാണ് ഹോളിൻസ് മിൽ പാർക്ക്.
ഈവനിങ്ങൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണത്. ഇനി നമുക്ക് വാട്ടർഫോളിൻ്റെ അവിടെ കൂടി കാണിക്കാം. ഇതാണ് ഹോളിൻസ് മിൽ പാർക്ക്. ഇതാണ് ഹോളിൻസ് മിൽ പാർക്കിലെ വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടം പറയാവുന്നുള്ളൂ, ജസ്റ്റ് ക്രിയേറ്റഡ് വെള്ളച്ചാട്ടമാണ്, സ്മോളാണ്. അപ്പോൾ എല്ലാവരും കാണാത്തവരും നമ്മൾ കണ്ടു ആണെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്ത് വരെ പോകാം. ഇതാണ് വെള്ളച്ചാട്ടം. ഇനി നമുക്ക് എൻ്റെ അടുത്തോട്ട് പോയി നോക്കാം. ഒരു പൊക്കോടെയാണ്. ഇതാണ് വെള്ളച്ചാട്ടൻ്റെ അടുത്തുനിന്നുള്ള വ്യൂ. ഇതാണ് സൈഡ് വ്യൂ. അപ്പോൾ നല്ലൊരു ഫ്രഷ് എയറാണ്. നമ്മൾ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എയറൊന്നും ഇത് വല്ലാത്തതല്ല, വളരെ നല്ല ക്വാളിറ്റി എയറാണ്. ഒരു ഫ്രഷ്നെസ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് എക്സ്പീരിയൻസ് ചെയ്യുക. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോയിട്ട് ആ ഒരു ഫ്രഷ് എയർ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഈ ക്യാമറയിൽ ഇത് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോയി ആരും അപകടത്തിൽ നിന്ന് ചാടിയേക്കരുത്. അപ്പോൾ പോകുന്നവർ സേഫായിട്ട് ആ എയറിൻ്റെ ഫ്രഷ്നെസ്സും അറ്റ്മോസ്ഫിയറും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതാണ് നമ്മുടെ റിവർ വാക്കിൽ ഹോളിൻസ് മിൽ പാർക്കിലുള്ള വെള്ളച്ചാട്ടം. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവും കൂടി ഞാൻ കാണിക്കാം. സൈഡ് വ്യൂ കാണാത്തൊരു നമ്മൾ നേരത്തെ കാണിച്ച വാട്ടർഫോളിൻ്റെ ഫ്രണ്ട് വ്യൂ. അപ്പോൾ കാണാത്തവർ കണ്ടോ. പിന്നെ ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഇവരുടെ ടൂറിസം കൺസെപ്റ്റൊക്കെ കണ്ടുപിടിക്കേണ്ടതാണ് അമേരിക്കക്കാർ. എന്ന് പറഞ്ഞാൽ അവർ നേച്ചറിനെ പ്രിസർവ് ചെയ്തിട്ട് എല്ലാ കാര്യം ചെയ്യുന്നുള്ളൂ. ആർട്ടിഫിഷ്യലായിട്ട് ഒരു കാര്യവും ഇവിടെ കൊണ്ടുവരുന്നില്ല. അപ്പോൾ ഇതൊന്ന് വേണമെങ്കിൽ സൂം ചെയ്തും കാണിച്ചേക്കാം. ഇതാണ് ഫ്രണ്ട് വ്യൂ. ഇതാണ് സൂം ചെയ്തിട്ടുള്ള വ്യൂ. എല്ലാവരും കണ്ടോ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ടൂറിസം നമ്മുടെ നാട്ടിലും ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിൽ കുറ്റം പറഞ്ഞതല്ല, എല്ലാം നേച്ചറിനെ പ്രിസർവ് ചെയ്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഫ്രഷ്നെസ് ഏതൊരു എസ് ഐ മുറിയിൽ ഇരുന്നാലും കിട്ടാത്ത ഒരു ഫ്രഷ്നെസ്സാണ് നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഇത് നമ്മുടെ റിവർ പാർക്കിലുള്ള ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. അപ്പം അടിയിൽ കൂടി നമ്മുടെ ജെയിംസ് റിവർ ഒരു സ്ട്രീമായിട്ട് ഒഴുകണതാണ് കാണുന്നത്. നല്ല ബ്യൂട്ടിഫുൾ സിനിക് വ്യൂ ആണ്. എല്ലാവരും കാണുക. ഇവിടെയൊക്കെ ടൂറിസം പ്രൊമോട്ട് ചെയ്യണത് ഇങ്ങനെയൊക്കെയാണ്.
നേച്ചറിനെ പ്രിസർവ് ചെയ്തുകൊണ്ടാണ്. എല്ലാവരും കാണുക. ഈ പാലത്തിൻ്റെ അപ്പറേ സൈഡ് വ്യൂ നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, എല്ലാവരും കണ്ടല്ലോ. ഇതാണ് ആ വുഡൻ ബ്രിഡ്ജ്. എല്ലാം തടി വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇത് 1940 ഉണ്ടാക്കിയതാണ്. ഇതിപ്പോഴും അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം. ഇത് ഫ്രണ്ട് വ്യൂ. ഇതാണ് ബ്രിഡ്ജിൽ നിന്നുള്ള ദൃശ്യം, സീൻസ്. കാണാത്തവർ കണ്ടു. ഇതാണ് അപ്പറേ സൈഡിലുള്ള പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്നുള്ള വ്യൂ, റിവർ വാഗിൻ്റെ. ഇപ്പോൾ കാണാത്തവർ ഉണ്ടെങ്കിൽ കണ്ടു. ഇത് റിവർ വാക്കിലുള്ള അവയർനെസ് ഗാർഡനാണ്. എല്ലാവരും കണ്ടോ? ഇതിൻ്റെ അകത്ത് കയറി നോക്കാം. ഇങ്ങനെ മരങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് അവയർനെസ് ഗാർഡൻ. ഇതിങ്ങനെ ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് മറ്റേ കൗസഡോഗ ഫ്രൂട്ട് എന്ന് പറഞ്ഞു, ജപ്പാനിലുള്ള ഫ്രൂട്ടാണ്. അത് ഇവിടെയും പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് എവിടെയുണ്ട്? ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് പൂവൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഹൈറേഞ്ചിയ ഫ്ലവർ അതുണ്ട്. പിന്നെ ക്രേപ്പ് മാർട്ടിൽ എൻട്രൻസിൽ പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ലാൻഡ്സ്കേപ്പിങ്ങിന് വയ്ക്കുന്ന ഒരു ട്രീം ഷ്രബൊക്കെയാണ് ഇവിടെ. ഒരു ചെറിയൊരു ഗാർഡനാണ്. ഇതാണ് അവയർനെസ് ഗാർഡൻ. ഇത് മഗ്നോളിയ എന്ന് പറഞ്ഞ മരമാണ്. മഗ്നോളിയ ഫ്ലവർ ഉണ്ടാവും. ഇതിനെപ്പറ്റി ബൈബിളിൽ പറയണ്ടെന്ന് പറയുന്നുണ്ട്, ഈ മരത്തെ പറ്റി. പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് അവയർനെസ് ഗാർഡൻ മെയിനായിട്ട് പറയാനുള്ളത്. അപ്പം നമ്മൾ ഇപ്പം ലഞ്ച് വിർജീനിയയിലുള്ള. അപ്പോൾ അവിടെ റിവർ വാക്ക് ട്രെയിലുണ്ട്. അപ്പോൾ 2 ഡയറക്ഷനിലുണ്ട് റിവർ വാക്ക് ട്രെയിൽ. അപ്പോൾ ഈ വഴിക്ക് പോയാൽ എല്ലാ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ 3 മൈൽ ദൂരം വരെയുള്ള കാര്യങ്ങളാണ് പറയണത് എന്നാണ് ഞാൻ മനസ്സിലാക്കണം കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇനി വേറെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയാം. അപ്പോൾ നമ്മൾ ഈ റിവർ വാക്ക് ട്രെയിലിൽ ഈ ഡയറക്ഷനിലൊന്ന് പോയി നോക്കാം.
റിവർ വാക്ക് ട്രെയിൽ വേറെ ഉണ്ട്, അത് റിവേഴ്സ് ഡയറക്ഷനിലാണ്. അത് ഈ ഡയറക്ഷനിൽ പോകണം. അപ്പം നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകാമെന്ന് വിചാരിച്ചു, ഈ ഡയറക്ഷനിൽ പോകാമെന്ന് വിചാരിച്ചു. ഒന്ന് പോയി നോക്കാം. ഇപ്പോൾ ഈ റിവർ വാക്ക് ട്രെയിലിൽ ഇപ്പം നമ്മൾ വഴികൂടി പോയപ്പോഴത്തേക്ക് ഇവിടെയൊക്കെ പാർക്ക് പോലെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടത്, ലിറ്റിൽ ഫ്രീ ലൈബ്രറി. അപ്പോൾ ആർക്കും തുറന്ന് ബുക്കൊക്കെ എടുത്തിട്ട് ഇവിടെ ഇരുന്ന് വായിക്കുക. അപ്പോൾ ആരും മോഷ്ടിച്ചൊന്നും കൊണ്ടുപോകണില്ല, വായിച്ചിട്ട് തിരിച്ചവിടെ തന്നെ വെക്കണ്ട. അത് തന്നെ ഒരു വലിയൊരു സംഭവം. അപ്പോൾ ഇതാണ് നമ്മുടെ റിവർ വാക്ക് ട്രെയിലിൻ്റെ മാപ്പ് കൊടുത്തേക്കണം. അപ്പോൾ ഈ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇപ്പോൾ പടവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റൂട്ടാണ് നമ്മൾ പോകാൻ നമ്മൾ ശ്രമിക്കുന്നത്. ഈ ഒരു സിമ്പിള് ഒരു സെൽഫി പോയിൻ്റാണ്, അല്ലെങ്കിൽ ഫോട്ടോ പോയിൻ്റാണ്. ഇത് വെർജീനിയയിലെ മിക്ക പാർക്കുകളിലും എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെർജീനിയ ഈസ് ഫോർ ലവേഴ്സ് എന്നാണ് പറയണത്. അപ്പോൾ അതോടനുബന്ധിച്ച് എല്ലാ പാർക്സിലും റെക്രിയേഷൻ സെൻറ്ററിൽ ഇതുപോലത്തെ സെൽഫി പോയിൻറ്റ്സ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഷെയർ ദ ലവ് എന്നൊക്കെയാണ് പറയണത്. പാർക്കും വന്ന് ഫോട്ടോ എടുക്കുക അവിടെ. ഇവിടെ ഒരു കിയോസ്ക് വെച്ചിട്ടുണ്ട്, ടോപ്പ് തിങ്സ് ടു ഡു ഇൻ ലിഞ്ച്ബർഗ്. ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഇൻ ലിഞ്ച്ബർഗ്, LYH. എല്ലാം QR കോഡിൻ്റെ കളിയാണ്. ഗൈഡ് കിട്ടണമെങ്കിൽ. പിന്നെ മ്യൂസിയത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. പിന്നെ എന്തൊരു ആപ്പിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഫയർ വർക്ക്സ് ഇത് കഴിഞ്ഞു പോയി, ഇൻഡിപെൻഡൻസ് ഡേയുടെ ആണ്. പിന്നെ അത് ക്രീക്കിൻ്റെ കാര്യം പറയുന്നുണ്ട്. ട്രെയിൽ സിസ്റ്റം. ഇതൊക്കെയാണ് കിയോസ്കിലെ വിശേഷങ്ങൾ. ഇത് ലിഞ്ച്ബർഗിലെ ടൗണിലുള്ള റിവർ വാക്കാണ്. അങ്ങോട്ട് പോയ പെർസിവൽ ഐലൻഡ്, പിന്നെ ആംഹെർസ്റ്റ് കോ ബ്രിഡ്ജ്, ഫെർട്ടിലൈസർ റോഡ് എൻട്രൻസ്, ഡിസ്റ്റൻസ് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റിവർ വാക്ക് ട്രെയിലിൽ നമ്മളൊരു ചെറിയൊരു ബ്രിഡ്ജിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ജെയിംസ് റിവർ, മറ്റേ ലിഞ്ച്ബർഗിലുള്ള വെർജീനിയ സ്റ്റേറ്റിലുള്ള ജെയിംസ് റിവറാണിത്. പണ്ട് ഇതിലൂടെയും ബോട്ട് സർവീസൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഓരോരുത്തരൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് പെർസിവൽ ഐലൻഡ് ഓവർലുക്ക് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. അതാണ് അവിടെ നോക്കേണ്ടത്. ഇതാണ് ജെയിംസ് റിവർ. ഇത് അവിടെയുള്ള ഒരു പാലം.
അപ്പോൾ നമ്മൾ റിവർ വാക്ക് ട്രെയിലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ ഒരു ചെറിയൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറി കയറുന്ന പോലെ ഉണ്ട് ഇത്. അതിവിടെ നമ്മൾ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു, ഇത് നാച്ചുറൽ പോളിനേറ്റർ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിനെ പറ്റിയുള്ള ഒരു പോസ്റ്ററാണ്. അപ്പോൾ നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. നേറ്റീവ് പ്ലാന്റ്സ്, കാറ്റർപില്ലർ, ഹോസ്റ്റ് പ്ലാന്റ്സ്, പോളൻ ആൻഡ് നെക്ടർ റിച്ച് ഫ്ലവേഴ്സ്, അതൊക്കെ പിടിപ്പിക്കാനാണ് പറയണത്. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അവരുടെ URL ഉണ്ട്, becityusa.org ഓർ lynchburgparksandrec.com/bcityusa. അവിടെ പോകാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അടിയിൽ ആ URL കൊടുത്തിട്ടുണ്ട്. അപ്പോൾ URL ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇതാണ് bcityusa, അവരുടെ ഹോർഡിംഗ് ആണത്. ഇതിപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഒരു വെബ്സൈറ്റ് കൊടുത്തേക്കാം. എല്ലാവരും കണ്ടുവെന്ന് വിചാരിക്കുന്നു URL. നമ്മൾ റിവർ വാക്ക് ട്രെയിലിൽ പോയപ്പോഴത്തേക്കും ഒരു മാനിനെ കണ്ട്. അവനിപ്പോൾ നമ്മളെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നതാണ്. മാനിനെ കാണാത്തവർ, ലിഞ്ചുബർഗിൽ വന്നിട്ട് മാനിനെ കാണാത്തവർ കണ്ടു. അപ്പോൾ നമ്മൾ ജെയിംസ് റിവറിൻ്റെ മുകളിലുള്ള ഒരു പാലത്തിലാണ്, റിവർ വാക്ക് ട്രെയിലിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ജെയിംസ് റിവറിൻ്റെ ബ്യൂട്ടി കാണാം. ഇതിപ്പോൾ നമ്മൾ ഇടുക്കിയിൽ മൂലാറ്റം ആ ഭാഗത്തൊക്കെ ഉള്ള തൊടുപുഴ ആറ് തുടങ്ങുന്ന സ്ഥലത്ത് നിന്ന് ഒഴുകി വന്ന പോലെയുണ്ട്. ഇത് ജെയിംസ് റിവറാണ്. പണ്ട് ഇതിലൂടെ ബോട്ടിന് റിച്ച്മണ്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. റിവറിൻ്റെ അപ്പുറത്തെ സൈഡ്. പിന്നെ ഇതാണ് പാലം. നമ്മൾ ജെയിംസ് റിവറിൻ്റെ കറുകയുള്ള ഒരു പാലമാണ്. ഇതും റിവർ വാക്ക് ട്രെയിലിലുള്ള പാലമാണ്. അവിടെ നിന്ന് അവിടം വരെ ഉണ്ട്. ആൾക്കാർ സൈക്കിളിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ റിവർ വാക്കിൽ ഉള്ള ഒരു അനദർ ബ്രിഡ്ജിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ട്. അപ്പോൾ ഇത് വ്യൂ നിങ്ങൾ ശ്രദ്ധിച്ചോളണം. എന്ന് പറഞ്ഞാൽ ഈ
റിവറൊക്കെ ക്രിസ്റ്റൽ ക്ലിയറാണ്. അത് കൂടാതെ തന്നെ ഇവിടെ ഒരു അപൂർവ കാഴ്ചയുണ്ട്. ഇത് ഡക്കാണോ സ്വാനാണോ എന്ത് വെറൈറ്റി എന്നറിയില്ല, സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതേപോലെ ക്ലിയർ വാട്ടറുള്ള പുഴ നമ്മുടെ നാട്ടിൽ എനിക്കറിയില്ല, മേഘാലയയിലൊക്കെ ഉണ്ടെന്ന് പറയുന്നു. കേരളത്തിൽ ഞാൻ കണ്ടിട്ട് കുറേ നാളായി. കുറേ ബ്യൂട്ടിഫുൾ ബേർഡ്സ് ആണ്. ഫിഷൊക്കെയാണ് കഴിക്കണമെന്നാണ്. ഇത് പുല്ലൊക്കെയാണ് കഴിക്കണം. ഇതിനെപ്പറ്റി ഈ ബേർഡിനെ പറ്റി അറിയാവുന്നവർ പറഞ്ഞു ഇത് കുറച്ച് വലിയൊരു താറാവിനെ പോലെ ഉണ്ട്. പുല്ലൊക്കെ കഴിയും. Yeah, well, yeah, thank you. You're welcome. പേര് ഒരു കുറുമ്പിക്കുട്ടി നോക്കി. എന്തൊരു വലിയൊരു തരം താറാവെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ അമേരിക്കയിലെ ആൾക്കാർ ഒരു സാധാ സ്റ്റേറ്റിൽ ഒരു പുഴയൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യണം. ഇങ്ങനെയാണ് ഒരു പുഴയിൽ നിന്ന് ഒരിക്കലും പൊള്യൂട്ടഡ് ആകില്ല. നമ്മൾ ബാക്കി കണ്ടുപഠിക്കാനുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയാണ് റിവേഴ്സൊക്കെ ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്.